ഹായ് ഫ്രണ്ട്സ്, ഇന്നെൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണേ. രാവിലെ തന്നെ ടാങ്കിലേക്ക് വെള്ളമൊക്കെ തിരിച്ചു വന്നിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു. ഇന്ന് പറമ്പിൽ പണിക്കാരുള്ള ദിവസമാണ്, അതുകൊണ്ട് പണിയൊക്കെ കുറച്ച് നേരത്തെ തീർക്കണം. ചാറുകറി വെക്കാൻ വേണ്ടിയിട്ട് വൻപയർ ഞാൻ കഴുകി വാരി കുക്കറിലേക്ക് ഇട്ടു. ആ സമയം കൊണ്ട് ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തു. അനിയൻ അപ്പോഴേക്കും ഒരു തേങ്ങ പൊതിച്ചു തന്നേ. എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അറിയത്തില്ലായിരുന്നു. ഈ അടുത്താണ് ഞാൻ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത്. അങ്ങനെ തേങ്ങയൊക്കെ ചിരവിയെടുത്തു. കോഴികൾക്ക് ഞാൻ കുറച്ച് തീറ്റയിട്ട് കൊടുത്തു, ഇല്ലെങ്കിൽ അവർ പറമ്പിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പോഴേക്കും കുക്കറിൻ്റെ വിളി വന്നു. പയർ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് ഉരുളക്കിഴങ്ങും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ട് ഒന്നുകൂടെ വേവിക്കാൻ വെച്ചു. ചോറ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതും അങ്ങ് ഊറ്റി വെച്ചു. അപ്പം തന്നെ പാത്രങ്ങളെല്ലാം അപ്പം തന്നെ ഞാൻ കഴുകി വെച്ചു. ഇന്ന് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. ചീരയൊക്കെ തോരൻ വെച്ച് ഇന്ന് ഞാൻ തേങ്ങ വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു, പയർ കറി. അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് മസാലയൊക്കെ തേച്ച് അതിൻ്റെ ചൂടൊന്നാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഇന്ന് പച്ചമീൻ കിട്ടാത്തതുകൊണ്ട് പപ്പ ഉണക്കമീനാണ് മേടിച്ചത്. അങ്ങനെ ഉണക്കമീൻ നന്നാക്കുന്ന സമയത്ത് എന്നെ ഒന്ന് അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ലക്സ കടന്ന് കരയുന്നുണ്ട്. ഇപ്പോൾ അവളെ അഴിച്ചു വിട്ടാൽ ശരിയാവത്തില്ല. അങ്ങനെ ഞാൻ കറിക്ക് വേണ്ട അരപ്പെല്ലാം അരച്ച് തിളപ്പിച്ച് അത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ കുറച്ച് പപ്പടവും കൂടെ കാച്ചിയെടുത്തു. ഉണക്കമീനൊക്കെ വറുത്തെടുത്തപ്പോഴത്തേക്കും ചേച്ചിമാർ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. തോരനും മീൻ വറുത്തതും അച്ചാറൊക്കെ കൂട്ടി അവർക്ക് ചോറൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. അങ്ങനെ കുറച്ച് തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പേൻ്റെ അനിയന്മാരുടെയൊക്കെ ഷർട്ടിൽ ചെളിയൊന്നും പോകത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ ഷർട്ടും തുണികളെല്ലാം അലക്കിയിട്ടു. ഇവിടെ മഴ കാരണം 2-3 ദിവസമായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊക്കെ തുണിയൊക്കെ ഉണക്കിയെടുക്കുന്നു. ഉണങ്ങിയ തുണിയെല്ലാം മാറ്റി ഞാൻ തുണിയെല്ലാം വിരിച്ചിട്ട് ഉണങ്ങിയതെല്ലാം മടക്കി അലമാരയിൽ വെച്ചു. ഇത് ചേച്ചിമാർ ഇന്ന് പറമ്പിൽ പണിയാണേ. അപ്പോഴേക്കും ഒരു ചേട്ടൻ എന്നെ കൊറിയറിന് വേണ്ടിയിട്ട് വിളിച്ചു. ഒരു ഹാഫ് സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പപ്പ പറമ്പിൽ കാപ്പിത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് വളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അനിയന്മാർ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. വൈകുന്നേരം ആയപ്പോഴേക്കും ചായയും ഒരു ഉണ്ടയൊക്കെ കഴിച്ച്. ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനൊക്കെ വറുത്ത് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ.